ഇന്നത്തെ ഈ പലഹാരം കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിടിലൻ പലഹാരമാണ്. തയ്യാറാക്കുന്ന കണ്ടല്ലോ, ചിരട്ടയുടെ ഉള്ളിലാണ് നല്ല കുഞ്ഞു കുഞ്ഞു മണികൾ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പലഹാരം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ ഇങ്ങനെ കൂടെ കാണുമ്പോഴോ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അതെ, കഴിച്ചു തുടങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു തണുപ്പ് സമയത്തും അതുപോലെ വൈകിട്ടൊക്കെ കഴിക്കാനും ഏത് സമയത്ത് കിട്ടിയാലും കഴിക്കാൻ നല്ല രസമാട്ടോ. പിന്നെ ഒരു നല്ല വെറൈറ്റിയാണ്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാവും, നമുക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർക്കുക. അതിനു മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ അറിയാമല്ലോ, ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. എണ്ണ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം എണ്ണ ചേർക്കാം. അപ്പോൾ അങ്ങനെയാണ്. ചിലർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അതിനുശേഷം ചേർക്കേണ്ടത് നല്ല ചൂടുവെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് ആദ്യം സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ ചൂട് അല്പം ഒന്ന് കുറയും. ചൂട് കുറയുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇങ്ങനെ ചൂടുവെള്ളം ചേർത്തിട്ട് കുഴയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് നല്ല കിടിലമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഇടിയപ്പത്തിന് ഉണ്ടാക്കില്ലേ, അതേ പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കയ്യിലൊട്ടാതെ നല്ല പോലെ കുഴഞ്ഞ്, അതായത് ഒരിക്കലും ഈ ഉരുട്ടിക്കഴിഞ്ഞാൽ പൊട്ടൽ വീഴരുത്. പൊട്ടലുണ്ടാവാത്ത രീതിയിൽ വേണം ഇത് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ചുകൂടി എണ്ണയൊക്കെ ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് നല്ല പാകത്തിന്, അതായത് കണ്ടില്ലേ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ആ ബോളിൻ്റെ ഷേപ്പ് എപ്പോഴും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാവണം. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇതിനെങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. ഇത് വലുതായിട്ടും ചെയ്യാം. സമയക്കുറവുള്ളവർക്കും മടിയുള്ളവർക്കും വലുതായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് സമയമൊക്കെ ഉള്ളവർക്ക്, കുറച്ച് ക്യൂട്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ചിരട്ടയാണ്. ഇത് ചിരട്ടയിൽ മാത്രമല്ല, ഞാൻ ഇത് കാണാനുള്ള കൗതുകം കൊണ്ടും ഇത് ഉണ്ടാക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും ചിരട്ട എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ചിരട്ട ഇതുപോലെ ഹോളുള്ള ചിരട്ട എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പുട്ടുകുറ്റിയുടെ ഉള്ളിലാക്കിയിട്ട് വേണമെങ്കിൽ ആവി കയറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവി കയറി കിട്ടണം, അത്രയേ ഉള്ളൂ. ആവി കയറി ഈ ഒരു നമ്മുടെ കൊഴുക്കട്ട നല്ല പാകത്തിന് വെന്ത് കിട്ടണം. അപ്പോൾ ചിരട്ടയാകുമ്പോൾ കൂടുതൽ ക്യൂട്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നല്ലൊരു ചിരട്ടയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതുപോലെ വേണ്ടില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരട്ട ഇതുപോലെ നല്ല രസമായിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഒരു ചിരട്ട കൊണ്ട് മൂടുക. പിന്നെ നമ്മുടെ പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഈ ചിരട്ട അങ്ങോട്ട് വെച്ച് മൂടിക്കൊടുക്കുക. ഇടയ്ക്ക് ആ ഒരു ചെറിയ ഹോള് കണ്ടില്ലേ, ആ ഹോളിൽ കൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആവി കുറേ നേരം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ, ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് നല്ല രസമായിട്ട് ഇതാ വെന്തിരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഒഴിവാക്കിയിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്തെടുക്കുക. നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയ്യ് ചേർക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ നാളികേരം ചേർത്തിട്ടുണ്ട്. നെയ്യിൽ ഈ തേങ്ങ മൂത്ത് വരുമ്പോഴൊരു മണമുണ്ടല്ലോ, ഞാൻ പറഞ്ഞൊന്നും തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നെയ്യിലാണ് ഈ തേങ്ങ മൂക്കുന്നതെങ്കിൽ അതിൻ്റെ മണം കുറച്ചുകൂടി കൂടും. അപ്പോൾ നെയ്യിൽ ഇങ്ങനെ അത് മൂത്ത് വരുമ്പോൾ നല്ല ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തത് മാത്രം ചേർക്കുക. ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് മാത്രം ശർക്കര ഇതിലോട്ട് ചേർക്കുന്നു. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ് ദൈപ്പ ചേർക്കുന്നത്. ഏലക്ക പൊടിയും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനിയിപ്പോൾ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ ആ പാനി കുറുകി ഈ ഒരു പാകം ആകുന്നത് വരെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോണ്ടല്ലോ ഈ ശർക്കര മുഴുവനായിട്ട് അതിൽ പറ്റിയിട്ട് ഈ ഒരു രൂപത്തിലാവും. കുറച്ചുകൂടി ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ചുക്കുപൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇത്രയൊക്കെ ചേർത്തതിന് ശേഷം ഇത് ഈ ഒരു പാകത്തിനായി വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൊഴുക്കട്ടയില്ലേ, കൊഴുക്കട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കൊഴുക്കട്ട ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ പിന്നെ കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു പോകും. കൊതിപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഭവമാണ്. നെയ്യിലാണ് നമ്മുടെ തേങ്ങ വഴറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം അറിയാമല്ലോ, നമുക്ക് ഈ ഒരു ചേരുവകളുടെ ടേസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒപ്പം ഈ ആവിയിൽ വേവിച്ചെടുത്ത ഈ കൊഴുക്കട്ട, നല്ല കുഞ്ഞൻ കൊഴുക്കട്ട അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തെടുക്കുക. എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും ശരി, ഈ ഒരു മിക്സ് കൊഴുക്കട്ടയായിട്ട് പരിചയപ്പെട്ട് വരാൻ കുറച്ച് പാടാണ്, അടുക്കുന്നില്ല നമ്മുടെ കൊഴുക്കട്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും പിന്നെ ഈ കൊഴുക്കട്ടയും
പിന്നെ ഈ ഒരു ശർക്കരയുടെ മിക്സും ഇതെല്ലാം കൂടി ഇതാ ഇങ്ങനെ മിക്സായി യോജിച്ച് വരുമ്പോഴേ ഒരു മണമുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതായത് ഇതിൻ്റെ പുറമെ ഫുള്ള് നല്ല ഈ ഒരു കോട്ടിങ് വരും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം ഇതിൽ നന്നായി കോട്ടായി വരുമ്പോഴേ ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഇതിനൊരു മണവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് പുറമേ നല്ല ഒരു മധുരവും ഉൾഭാഗത്ത് ആ ഒരു കൊഴുക്കട്ടയുടെ മധുരമില്ലാത്ത ഭാഗമില്ല. അതിങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ എടുത്ത് ഇങ്ങനെ വായിലിടാൻ തോന്നും. അപ്പോൾ തേങ്ങാപ്പാലും ശർക്കരയും തേങ്ങയും നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് നെയ്യും ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൊഴുക്കട്ടയുടെ ഒപ്പം ഇങ്ങനെ ചേർന്ന് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ഭംഗിയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പെട്ടെന്ന് ഇതിനത് റെഡിയാവും കേട്ടോ. അത് കുറേ സമയമൊന്നും എടുക്കില്ല, വേഗം തന്നെ. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് പുറമെയാണ് ഈ തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിൻ്റെ നനവ് ഇറങ്ങുമ്പോൾ ഈ കൊഴുക്കട്ടയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയോ? കൂടുതൽ സോഫ്റ്റാവും. അപ്പോൾ കൊഴുക്കട്ട ആ ഒരു പിണക്കൊക്കെ മാറ്റി കൂടുതൽ സോഫ്റ്റായി കിട്ടും. കണ്ടില്ലേ, നല്ല രസമായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കൊഴുക്കട്ട ഇങ്ങനെ ഒന്ന് കഴിച്ചാലുണ്ടല്ലോ പിന്നെ കഴിച്ച് നിർത്തില്ല. പ്ലേറ്റ് കാലിയാവുമ്പോൾ അയ്യോ കഴിഞ്ഞു പോയോ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഈ ചെറിയ ബോൾസ് ഉണ്ടാക്കുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ, വേറെ വലിയ പണിയൊന്നുമില്ല ഇതിന്. അപ്പോൾ നമ്മുടെ നല്ല മധുരക്കൊഴുക്കട്ടയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ശർക്കര കൊഴുക്കട്ട എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ഇതിൽ തേങ്ങയ്ക്കും നെയ്ക്കും ആ ഒരു ഏലക്കൊക്കെ അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇങ്ങനെ കിട്ടും. ഇതൊന്നും പോരാതെയാണ് അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചത്. ഇത്രയും കൂടി ചേരുമ്പോൾ പിന്നെ നമുക്ക് വെറുതെ ശർക്കരയെ മാത്രം പുകഴ്ത്തി പറയാൻ പറ്റില്ല. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ ആ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അമ്മിണിക്കൊഴുക്കട്ടയാണ്, നല്ല മധുരമുള്ള അമ്മിണിക്കൊഴുക്കട്ട. അപ്പോൾ അമ്മിണിക്കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലുള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് നെയ്യ് ഒഴിവാക്കേണ്ടവർക്ക് അതും ഒഴിവാക്കാം, നെയ്യ് ഇല്ലെങ്കിലും ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വേറെ എണ്ണയൊന്നും അതിനധികം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ വളരെ ഹെൽത്തിയാണ്. തേങ്ങാപ്പാലും തേങ്ങയും ശർക്കരയും ഏലക്കയും ഒക്കെയാണ് ഇതിൽ ചേരുന്നത്. പിന്നെ അരിപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയായിട്ടുള്ള കിഡിലനായിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇനി ഒരിക്കലും മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വരും, ഉറപ്പാണ്. ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് മാവ് എന്തായാലും ബാക്കി വരും. ആ മാവിനെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് തയ്യാറാക്കി വെച്ചാലും മതി. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാവ് അങ്ങ് മനഃപൂർവ്വം കൂട്ടി വയ്ക്കും, മനസ്സിലായോ? എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ, മറക്കണ്ട കേട്ടോ.